സുനാമി ദുരന്ത സാധ്യതയെ നേരിടുവാനുള്ള യുനെസ്കോ പദ്ധതിയുടെ ഭാഗമായി സുനാമി റെഡി പദ്ധതി വലിയപറമ്പിലെ മാവില കടപ്പുറത്ത് സംഘടിപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം മോക്ക് ഡ്രില്ലിൽ നിന്നും ഒഴിവാക്കിയാണ് നടത്തിയത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണം, അതിനായി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ട്രോമ കെയർ, അഗ്നിരക്ഷാ വിഭാഗത്തിലെ സിവിൽ ഡിഫൻസ്, ആശാ വോളണ്ടിയർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ, ആരോഗ്യപ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകിയത്. ഇതിന്റെ തുടർച്ചയായാണ് മാവില കടപ്പുറം ഒരിയറ ബലിക്കളത്തിന് സമീപം മോക്ക് ഡ്രില്ലും നടത്തിയത്. സുനാമിയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് മോക്ക് ഡ്രില്ലിലും ബോധവൽക്കരണത്തിലും നാടിനെയൊന്നാകെ ഉൾച്ചേർത്ത് അവതരിപ്പിച്ചത്. കാസർഗോഡ് ADM P ഉദയകുമാർ, കാഞ്ഞങ്ങാട് RDO P സുദീപ്, ഹോസ്ദുർഗ് തഹസിൽദാർ K രമേശൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, വൈസ് പ്രസിഡന്റ് PP മനോജ്, അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ ഓഫീസർ KV പ്രഭാകരൻ, ചന്ദേര SI KP സതീഷ് കുമാർ, PV തുളസിരാജ്, കോസ്റ്റൽ SI M രാജ്മോഹൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ മോഹൻ, ഡോക്ടർ PH മുബാറക്, ദുരന്ത നിവാരണ അതോറിറ്റി കോർഡിനേറ്റർ അഹമ്മദ് ഷഫീഖ്, കാസർഗോഡ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K ശ്രീജേഷ്, ഹസാദ് അനലിസ്റ്റ് PV ശില്പ, വലിയപറമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ N മോഹനൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. കേരളത്തിലെ 9 ജില്ലകളിലാണ് ഇത്തവണ സുനാമി റെഡി നടത്തുന്നത്. വലിയപറമ്പിൽ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ പദ്ധതി നടന്നത്. 2022 മുതൽ വലിയപറമ്പ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.